നമസ്കാരം. കേരളം പ്രളയക്കെടുതിയിൽ വലയുകയാണ്. ഇപ്പോഴും മഴയൊന്ന് പലയിടത്തും ഒതുങ്ങിയെങ്കിലും പലയിടത്തും ഇപ്പോഴും പേമാരി പെയ്യുന്നുണ്ട്. റെഡ് അലേർട്ടുകളും ഓറഞ്ച് അലേർട്ടുകളും യെല്ലോ അലേർട്ടുകളും പ്രളയ പൂർവ്വ ദുരിതാശ്വാസവും പ്രളയത്തിന് മുൻപ് മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഞങ്ങൾ മാത്രമല്ല മുൻ സർക്കാരും ഇങ്ങനെ തന്നെയായിരുന്നു. ഓറഞ്ച് ബുക്കുണ്ട്, ഓറഞ്ച് ബുക്കിനെ പിന്തുടരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള നടപടികൾ എടുത്തത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തുന്നില്ല, ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ മര്യാദയ്ക്ക് നടക്കുന്നില്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെള്ളം കയറുന്നു തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങളും നാട്ടുകാരുടെ അസ്വസ്ഥതകളും എല്ലാം തുടരുകയാണ്. ഇവയെല്ലാം തുടരുമ്പോഴും ആത്യന്തികമായി ഒരു സത്യം മാത്രം നിലനിൽക്കുന്നു: കേരളം പ്രളയക്കെടുതിയിലാണ്. കേരളത്തിൻ്റെ നല്ലൊരു വിഭാഗം ജനങ്ങളും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്ക് കാലാവസ്ഥാ സംബന്ധിയായിട്ടുള്ള വ്യതിയാനങ്ങൾ, നമ്മുടെ പരിസ്ഥിതി നാം സംരക്ഷിക്കാത്തത്, ആവാസ വ്യവസ്ഥ തകർന്നത്, ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആത്യന്തികമായി ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് UDF സർക്കാരിന് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ല. മുൻപുള്ള സർക്കാരിൻ്റെ കാലത്ത് അവർ പരസ്യപ്രചരണങ്ങളിലൂടെ തങ്ങൾ മേന്മയോടുകൂടി തന്നെ 500 മുതൽ 600 പേരെ കൊലയ്ക്ക് കൊടുത്ത മനുഷ്യനിർമ്മിതമെന്ന് തന്നെ വിദഗ്ധ സമിതികൾ വിലയിരുത്തിയ പ്രളയത്തിൻ്റെ കാര്യത്തിൽ പ്രചാരണം നടത്തി പിടിച്ചു നിന്നു. അവരും കെടുകാര്യസ്ഥതയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിൽ നിന്ന് ഒട്ടും പിന്നോക്കമായിരുന്നില്ല. ഈ കെടുകാര്യസ്ഥതയുടെയും ദുരിതത്തിൻ്റെയും ഒക്കെ ഇടയിൽ ഇന്ത്യൻ റെയിൽവേ ഒരു മാതൃകയായി മാറുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രളയത്തിന് വലിയ കുഴപ്പങ്ങളുണ്ടായി റെയിൽവേയുടെ തീവണ്ടി സർവീസുകളെ സംബന്ധിച്ച്. പല സർവീസുകളും മുടങ്ങുകയും പാളങ്ങളിൽ മണ്ണിടിഞ്ഞു വീഴുകയും മരങ്ങൾ വീഴുകയും പാളങ്ങൾ തന്നെ ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുകയും എല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഇന്ത്യൻ റെയിൽവേക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിന്. 2018 കാര്യമാണ് പറയുന്നത്. പക്ഷേ 2018 നിന്ന് പാഠം ഉൾക്കൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ റെയിൽവേ ഓരോ തവണയും 2018 മുതലുള്ള ഓരോ മഴക്കാലത്തും കഴിഞ്ഞിട്ടുള്ള ഓരോ മഴക്കാലത്തും കൃത്യമായ മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവണ്ടികൾ വൈകുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. വളരെ മോശം കാലാവസ്ഥയിൽ ചില സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെടുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തു നിന്നുള്ള ട്രെയിനുകൾ എത്തിച്ചേരുവാനോ ഒക്കെ വൈകുന്നത് കൊണ്ട് തീവണ്ടിയുടെ സമയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്, എത്തിച്ചേരുന്നതും സ്റ്റേഷൻ വിട്ടു പോകുന്നതിൽ നിന്ന്. പക്ഷേ ഒരു തീവണ്ടി പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം പ്രളയത്തിൽ മുങ്ങിയിരിക്കുന്ന ദിവസങ്ങളിൽ പോലും മുടങ്ങിയിട്ടില്ല. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി മണ്ണിടിഞ്ഞു വീഴുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയും പ്രളയത്തിൽ ഒലിച്ചു പോകാതിരിക്കാൻ ട്രാക്കുകൾ ബലപ്പെടുത്തിയും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും കാലാവസ്ഥാ നിരീക്ഷണം തന്നെ കൃത്യമായിട്ട് നടത്തിയും അത് സംബന്ധിച്ചുള്ള ട്രെയിനുകളുടെ സമയങ്ങളിൽ മാറ്റം വരുത്തിയും വളരെ ആസൂത്രിതമായി തന്നെയായിരുന്നു കഴിഞ്ഞ ഏതാണ്ടൊരു 8 വർഷങ്ങളോളമായി 2018 പ്രളയത്തിന് ശേഷം ആ പ്രളയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ റെയിൽവേയിലെ യാത്രക്കാർ, പ്രത്യേകിച്ച് കേരളത്തിലെ യാത്രക്കാർ ഒന്നടങ്കം പറയുന്നത് റെയിൽവേ സർവീസ് സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. അത് സുഗമമായി നടക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു അവകാശമാണ്. പക്ഷേ മറുവശത്ത് ഇത്രയും കെടുകാര്യസ്ഥതയിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത, നിയമസഭാ സാമാജികന്മാരുടെ കെടുകാര്യസ്ഥത, അവരിൽ പലരുടെയും നിസ്സംഗത, ഇവയെല്ലാം കൊണ്ട് തന്നെ ജനങ്ങൾ വലയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു മാതൃക അനുകരണീയമായൊരു മാതൃക തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ളൊരു ആസൂത്രണം ഇന്ത്യൻ റെയിൽവേ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ഈ ഒരു ആസൂത്രണത്തിലേക്ക് അവരെത്തിച്ചേർന്നു, എങ്ങനെയാണ് അവരിതിനെ കൈകാര്യം ചെയ്തത്. വിദഗ്ധ സമിതികൾ ഉണ്ടായിരുന്നു, വിദഗ്ധന്മാരെ നിയമിച്ചിരുന്നു. ഈ കൃത്യമായിട്ട് പദ്ധതിയിട്ട കാര്യങ്ങളെല്ലാം, ആസൂത്രണം ചെയ്യപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാ വർഷങ്ങളും
കൃത്യമായിട്ട് തന്നെ യാതൊരു വീഴ്ചയും സംഭവിക്കാതെ നടപ്പാക്കുവാൻ എന്ത് മാർഗങ്ങളാണ് അവർ സ്വീകരിച്ചത്? അതിൻ്റെ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് രീതിയുണ്ടല്ലോ, ആ രീതി, ആ പ്രൊജക്റ്റിനെ, പദ്ധതിയെ അവരെങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് കേരള സർക്കാർ പഠന വിഷയമാക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്ത്യൻ റെയിൽവേയെ മാതൃകയാക്കി വേണം ഇനിയുള്ള കാലത്ത് അവരുടെ ആ ഒരു ആസൂത്രണം, അവർ ചെയ്ത കാര്യങ്ങളല്ല. ഇപ്പോൾ മലയിടിച്ചിലുണ്ടെങ്കിൽ അതിനെ മലയെ ബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവിടെ മണ്ണ് നേരത്തെ മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല പറഞ്ഞത്. ആ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നൊരു മാർഗ്ഗനിർദ്ദേശം തയ്യാറാക്കുക. ആ മാർഗ്ഗനിർദ്ദേശം രൂപരേഖ എങ്ങനെ തയ്യാറാക്കി, അതിനെന്തൊക്കെ വിദഗ്ധ സമിതികളുടെ സഹായം തേടി, അത്തരത്തിൽ നമ്മൾ പ്രളയത്തിൽ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഒരു സമിതി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാർഗ്ഗരേഖയും രൂപരേഖയും തയ്യാറാക്കിയത്, അതിനെ നേരിടുവാനുള്ള രൂപരേഖകൾ തയ്യാറാക്കുക. ആ രൂപരേഖയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നത് എങ്ങനെ, അതിൻ്റെ ഒരു ആസൂത്രണം, അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള തലത്തിലുള്ള മാനേജ്മെൻറ്റ്, ഇതെല്ലാം കണ്ട് പഠിക്കുക. ഏതെങ്കിലും തരത്തിൽ നെതർലാൻഡിൽ പോയോ അല്ലെങ്കിൽ ജർമ്മനിയിൽ പോയോ ഒന്നുമല്ല ഇത് പഠിക്കേണ്ടത്. അവിടെ പോയി കാര്യങ്ങൾ പഠിക്കാം. കാരണം ഈ റൂം ഫോർ റിവർ എന്നുള്ള പദ്ധതിയെല്ലാം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. നാളെ ഒരു കാലാവസ്ഥ പാരിസ്ഥിതിക സ്ഥിതി വിദഗ്ധനുമായിട്ട് ഒരു അഭിമുഖം ഉള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ ഗഹനമായി ഞാൻ കടക്കുന്നില്ല. വിദഗ്ധർ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ച് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാം. പക്ഷേ ആ നടപ്പാക്കുന്നത് എങ്ങനെ, കാര്യക്ഷമമായി കൃത്യമായി നടപ്പാക്കുന്നത് എങ്ങനെ എന്നുള്ളത് റെയിൽവേയുടെ ഈ മുന്നൊരുക്കങ്ങളിൽ നിന്ന് കണ്ട് പഠിക്കണമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.